ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാമാണ്. മൊത്തം 6 പ്രവർത്തനമാണ് ഉണ്ടാവുക. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. വൃശ്ചികം പിറന്നതേയുള്ളൂ, വൃശ്ചിക കാറ്റ് വീശി തുടങ്ങി. അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു. മുണ്ടകം പാടങ്ങളിൽ ഹരിതവീജി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം കാണിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽ തീരത്ത് 10 നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. പാലക്കാടൻ കാറ്റ് അനഭിമതനായ ഒരു അതിഥിയാണ്. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണിയും ഏറി വരുന്ന അത് രോഗകാരണമാകുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേയൊരു നന്മ അത് മുണ്ടകം പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നു എന്നതാണ് കൃഷിക്കാരൻ പറയും. എൻ്റെ കേരളം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പാലക്കാടൻ കാറ്റ് രോഗകാരണമാകുന്നത് എന്തുകൊണ്ടാണ്? തണുപ്പുള്ളതുകൊണ്ട്, പാലക്കാട്ട് നിന്ന് വരുന്നത് കൊണ്ട്, പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഉള്ളതുകൊണ്ട്, വൈകുന്നേരം വീശുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറി വരുന്നത് അത് രോഗകാരണമാകുന്നു. അജ്ഞേയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അറിയാത്തത്, അറിയുന്നത്, പറയുന്നത്, കാണുന്നത്. അജ്ഞേയം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് എന്നാണ്. വൃശ്ചികം പിറന്നാൽ സംഭവിക്കുന്ന എന്ത്? തിമിർത്ത മഴ പെയ്യും, ഇളം വെയിൽ വരും, ഫലവൃക്ഷങ്ങൾക്ക് പഥ്യമല്ലാത്തത്. വൃശ്ചിക കാറ്റ് ആഞ്ഞു വീശും. എന്താണ്? വൃശ്ചിക കാറ്റ് ആഞ്ഞു വീശും. ഓക്കെ, വൃശ്ചിക കാറ്റ് ആഞ്ഞു വീശും. വൃശ്ചികം പിറന്നതേയുള്ള ആദ്യത്തെ സെൻറ്റൻസ് തന്നെയാണ്. ഇനി അടുത്തത് പാലക്കാടൻ കാറ്റിൻ്റെ തെക്കേ അതിർത്തി ഏതാണ്? ചാലക്കുടി പുഴ. ഇനി അടുത്തൊരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നീളും ഈ യാത്രത്തിന് വിസ്മയങ്ങൾ എന്ന പാഠഭാഗത്ത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറമായി എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാറുണ്ടോ? അവ നിരീക്ഷിച്ച് കുറിപ്പെഴുതുക. ഈയാമ്പാറ്റകളെ കാണുമ്പോൾ ഒരു വിഷമം തോന്നിയിരുന്നു. വളരെ കുറഞ്ഞ ആയുസ്സുള്ള ഭൂമിയിലെ ഒരു നിസ്സാര പ്രാണി. എന്തിനാണ് ദൈവം ഇവറ്റകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് തോന്നുമായിരുന്നു. മനുഷ്യന്മാരും മറ്റു ജന്തുക്കളും ഈയാമ്പാറ്റകളുടെ ആയുസ്സ് നോക്കി കൊന്നലം കാട്ടി പരിഹരിച്ചു ചിരിക്കുമ്പോഴും ഈയാമ്പാറ്റകൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചെമ്മിനി വിളക്കിനും അങ്ങാടിയിലെ ഒരു കോണിൽ മാത്രം മിന്നിക്കത്തിയിരുന്ന വഴി വെളിച്ചത്തിനും ചുറ്റും പാറി പാറി നടന്നു. ഈയാമ്പാറ്റകൾ വരുന്ന ദിവസം ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് നടുക്ക് ചിമ്മിനി വിളക്ക് കത്തിച്ച് മുറ്റത്ത് കൊണ്ടുവെക്കും. പാവം പാറ്റകൾ വെളിച്ചം കണ്ട് സന്തോഷ നൃത്തം ആടുന്നതിനിടയിൽ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കും. ഞാൻ ആദ്യം കൗതുകത്തോടെ നോക്കി നിന്നിരുന്നു. എങ്കിലും പിന്നീട് എനിക്ക് തോന്നിയാത്തൊരു പാപമല്ലേ നമ്മൾ ചെയ്യുന്നത് എന്ന്. ദൈവം ആകെ അവറ്റകൾക്ക് കൊടുക്കുന്നത് മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ്. അതിൻ്റെ ഇടയിൽ മനുഷ്യനായ ഞാൻ കെണിവെച്ച അവറ്റകളുടെ ആയുസ് വീണ്ടും കുറക്കുന്നത് തീർച്ചയായും പാപം തന്നെ എന്ന് എൻ്റെ തിരിച്ചറിയ എന്നെ അതിൽ നിന്നും പിന്നീട് വിലക്കി. പിന്നീട് ഞാൻ ഈയാമ്പാറ്റകളുടെ കൂട്ടുകാരനായി. മഴ വരുന്നത് നോക്കി ഞാൻ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കും. മണ്ണിനടിയിൽ നിന്നും പൊങ്ങി പാറി നൃത്തം വരാൻ വരുന്ന ഈയാമ്പാറ്റകൾക്ക് നൃത്തം വയ്ക്കാൻ ഞാനൊരു വലിയ വെള്ളം തന്നെ അവിടെ ഒരുക്കിയിരുന്നു. ഇനി അടുത്തത് ഒരു നിവേദനം തയ്യാറാക്കാനാണ്. 44 നദികളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. എന്നാൽ ആവശ്യത്തിനുള്ള ശുദ്ധജലം നമുക്ക് ലഭിക്കുന്നുണ്ടോ? പുഴകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് നമ്മുടെ പുഴകൾ മലിനമാക്കപ്പെടുന്നത്? പുഴ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവ പരിഗണിച്ചുകൊണ്ട് 3 or 4 ഖണ്ഡികയിൽ ജലസേചന വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കാനായി ഒരു നിവേദനം തയ്യാറാക്കുക. അപ്പോൾ നിവേദനം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ജലസേചന വകുപ്പ് മന്ത്രിക്ക് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം എന്ന് എഴുതണം. ഇനി നമുക്ക് വിഷയം എഴുതാം. ചിറയൻകീഴ്, വർക്കല താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലായി കഴിയുന്നവരാണ് ഞങ്ങൾ. നമ്മുടെ നാടിനെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു സാമൂഹ്യ പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണുന്നതിനാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. ഇടവപ്പാദ്യം തുലാവർഷം കഴിയുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കിണറുകളും കുളങ്ങളും നദികളും വറ്റി തുടങ്ങുന്നു. തുടർന്ന് കുടിവെള്ളത്തിനായി ജലസേചന വകുപ്പിൻ്റെ പൈപ്പുകളെയാണ് ആശ്രയിക്കുന്നത്.
എല്ലാവർക്കും ദിവസേന ആവശ്യത്തിന് ജലം എത്തിക്കാതെ ഒന്നിടപെട്ട ദിവസങ്ങളിലോ ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ ആയിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഇങ്ങനെ: നദിയിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ശരിയാണെന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നു. ഈ ചുറ്റുപാടുകളിൽ നമ്മുടെ നദികളെ നാശത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. അതിനായി പുഴയിലും പരിസരത്തും മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായി തടയണം. പുഴയും തീരവും കയ്യേറിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണം. കയ്യേറിയ സ്ഥലങ്ങൾ ഒഴിപ്പിക്കുകയും വേണം. അവിടെ മരങ്ങൾ നട്ടുവളർത്തി ഹരിതാഭമാക്കണം. ഇതിന് നിയമ നടപടികൾ പുറമെ ജനകീയ കൂട്ടായ്മയും ഉറപ്പാക്കണം. ഈ രീതി നമ്മുടെ നദികളെ സംരക്ഷിച്ച് കുടിവെള്ളവും കാർഷികാവശ്യത്തിനുള്ള ജലലഭ്യതയും സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പിന്നെ പേരെഴുതുക, അതിന് താഴെ ഒപ്പെഴുതുക, പിന്നെ ഇപ്പുറത്തെ സൈഡ് സ്ഥലവും തീയതിയും എഴുതുക. ഇനി അടുത്തത് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ മീനോളം നാടക കഹൗസിൽ അവതരിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. അപ്പോൾ വർണ്ണക്കാഴ്ച കലാവേദി സ്റ്റാൻഡേർഡ് 7 എന്ന് എഴുതുക. സ്റ്റാൻഡേർഡ് 7 കലാവേദിയാണ് വർണ്ണക്കാഴ്ച. ഈ കലാവേദിയുടെ ഈ മാസത്തെ ദിനാഘോഷം ഒക്ടോബർ 28-ാം തീയതി മീനോളം എന്ന ആഘോഷത്തോടെ തുടങ്ങുന്നതാണ്. പിന്നെ ആഘോഷവും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതാം. ആഘോഷം എഴുതുക, സ്വാഗതം, ക്ലാസ് ടീച്ചർ, ഉദ്ഘാടനം എഴുതുക, അധ്യക്ഷൻ എഴുതുക, നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അവതരിപ്പിക്കുന്നത്, പിന്നെ നാടകം എന്താണെന്ന് എഴുതുക, അതിൻ്റെ രചന ജയപ്രകാശ് കുളൂർ എന്ന് എഴുതുക. എല്ലാ കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത് വിജയിപ്പിക്കുക. ഇതൊരു നോട്ടീസാണ്. ഇനി അടുത്തത് ഒരു കലാരൂപത്തെക്കുറിച്ചുള്ള വിവരണമാണ്. കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. കാക്കാരശ്ശി നാടകം, ചവിട്ടുനാടകം, ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് കോതാമൂരിയാട്ടം ആണ്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പിന്നെ പഠിച്ചിട്ടുണ്ടല്ലോ കലാരൂപങ്ങളൊക്കെ. പടയണി, അതേപോലെ തന്നെ മുടിയേറ്റ് തുടങ്ങിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ച് അനുഭവങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അറിയാവുന്ന ഏതെങ്കിലും എഴുതുക. ഞാൻ ഇവിടെ എഴുതുന്നത് കോതാമൂരിയാട്ടത്തെക്കുറിച്ചാണ്. കോലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് കോതാമൂരിയാട്ടം. വൃശ്ചിക മാസത്തിൽ തെയ്യം കലാകാരന്മാരായ മലയ സമുദായക്കാരാണ് ഈ നാടോടി നൃത്തകല അരങ്ങിലെത്തിച്ചിരുന്നത്. ഒരു സംഘത്തെ ഒരു കോതാമൂരി തെയ്യവും 2 മാരിപ്പനിയന്മാർ, അതായത് കൂട്ടാളികൾ ഉണ്ടാകും. കോതാമൂരി തെയ്യത്തിൻ്റെ അരയിൽ ഗോമുഖം കെട്ടിവെച്ചിട്ടുണ്ടാകും. പനിയന്മാർക്ക് മുഖംപാളയും അരയിൽ കുരത്തോലയും പൊയ്ക്കാതകളും ഉണ്ടാകും. വാദ്യസംഘം ഇവർക്ക് പിന്നിലായി നിൽക്കും. ഓരോ വീടുകളിലും ചെന്ന് നൃത്തം ചവിട്ടി പാട്ടുപാടുന്ന ഈ കലാരൂപം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ചിത്രകലാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തുന്ന പ്രമുഖ ചിത്രകാരനുമായുള്ള അഭിമുഖത്തിൻ്റെ ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ്. പറയാം, സർ ചിത്രകല എന്നാൽ എന്താണെന്ന് പറയാമോ? പെൻസിൽ കൊണ്ടുള്ള ചിത്രം വരയ്ക്കലാണോ സാറിന് ഇഷ്ടം? സാർ ചെയ്തിട്ടുള്ള പ്രധാന പെയിൻറ്റിങ്ങളെക്കുറിച്ച് പറയാമോ? സാർ ചിത്രം വരച്ചു തുടങ്ങിയ കാലഘട്ടം ഒന്ന് പറയാമോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞു മീനിൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിന് കാരണം? വിശകലനം ചെയ്ത് തയ്യാറാക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് നാടകകൃത്ത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏത് അഭിപ്രായത്തിനും വിവിധ ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏതൊരു അഭിപ്രായത്തിനും വിവിധ ഉത്തരങ്ങൾ ഉണ്ടാകും. അതുതന്നെയാണ് അമ്മ മീനിന് ഇവിടെ ലഭിക്കുന്നത്. സംശയം ന്യായമാണെന്ന് അയലക്കൂട്ടം പറഞ്ഞു. അപ്പോൾ കോരയും ഏട്ടയും പറഞ്ഞത് കുഞ്ഞു മീനിന് ഭ്രാന്താണെന്നാണ്. പണ്ടും ഇത്തരം ചോദ്യങ്ങളായി നടന്നു വരുന്നവരുണ്ടെന്ന് നെത്തോലി പറഞ്ഞു. അങ്ങനെ പോയവരുണ്ട്, പക്ഷെ ആരും തിരികെ വന്നിട്ടില്ല. നീയും പോയാൽ തിരികെ വരാൻ സാധ്യതയില്ലെന്ന സൂചനയുമുണ്ട്. എന്നാൽ തിരിച്ചു വന്നവരുമുണ്ടെന്ന് തിരണ്ടി പറഞ്ഞു. ഇങ്ങനെ തർക്കവും കുതർക്കവും എവിടെയും ഉണ്ടെന്ന സൂചന നാടകകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് കഥാപാത്ര നിരൂപണമാണ്. മീനോളം എന്ന നാടകത്തിലെ അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മീനോളം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് അമ്മ. കുഞ്ഞുമീൻ അമ്മയോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അറിവ് നേടാനുള്ള അതിയായ ആഗ്രഹമാണ് തൻ്റെ കുഞ്ഞിനുള്ളത് എന്ന് തിരിച്ചറിയുന്ന അമ്മയെ ഈ നാടകത്തിൽ കാണാം. കുഞ്ഞിൻ്റെ ചില ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം നൽകാൻ അമ്മ പലരോടും അന്വേഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ കുഞ്ഞിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിയാത്തതുകൊണ്ട് അറിവ് തേടിയുള്ള അവളുടെ സഞ്ചാരത്തിന് അമ്മ എല്ലാ പിന്തുണയും നൽകുന്നു. അമ്മയും തന്നോടൊപ്പം വരണമെന്ന് കുഞ്ഞു പറയുമ്പോൾ മറ്റു മക്കളെ കരുതലോടെ കാക്കേണ്ട തൻ്റെ കടമ അമ്മ ഓർമ്മിക്കുന്നു. ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും നീ തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നെ ഉമ്മ വയ്ക്കുമെന്ന് അമ്മ പറയുന്നുണ്ട്. നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ് അമ്മ അവളെ യാത്രയാക്കുന്നു.
കുഞ്ഞിൻ്റെ വളർച്ചയിൽ അറിവ് തേടിയുള്ള സഞ്ചാരത്തിൽ സ്നേഹവും പ്രോത്സാഹനവും നൽകി കൂടെ നിൽക്കുന്ന അമ്മ നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പം നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം, അതേപോലെ തന്നെ ഒരു വിശകലന കുറിപ്പ്, ഒരു ചോദ്യാവലി, അതേപോലെ തന്നെ ഒരു കലാരൂപത്തെക്കുറിച്ചുള്ള വിവരണം, അതേപോലെ നോട്ടീസ്, നിവേദനം, അതേപോലെ തന്നെ നിരീക്ഷണക്കുറിപ്പ്, പ്രവർത്തനം, വായിക്കാം, എഴുതാം. ഇങ്ങനെ നമ്മൾ 7 പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൽ ഏതെങ്കിലും മോഡൽ എന്തായാലും വരാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും മുഴുവൻ പ്രവർത്തനങ്ങളും പാഠഭാഗ പ്രവർത്തനങ്ങളും ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗ വിശദീകരണം നിങ്ങൾക്ക് അതുവഴി കിട്ടും. അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.